അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യം ഒരു ക്ഷേമരാഷ്ട്രമായി മാറിയെന്നാണ് അവകാശപ്പെടുന്നത്. എനിക്ക് നേരെ ചോദിക്കാനുള്ളൊരു ചോദ്യം, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നു, സുരേന്ദ്രൻ വയനാടെത്തി, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ. നിരന്തരം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സംഘർഷം നിൽക്കുന്ന വയനാട്, ധാരാളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട വയനാട്, ധാരാളം മനുഷ്യരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനാണ് ആദ്യം പോയത്. എന്തുകൊണ്ടാണ് BJP ഇത്തരം കാർഡുകളിലൂടെ ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് നേരെ കോടാലി ഓങ്ങുന്നത്? അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ BJP അധികാരത്തിൽ വരുന്നത്. ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ 5 മണിക്ക് വന്ന ആള്, ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. അതാണോ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു തിരഞ്ഞെടുപ്പിൽ ആദ്യം പോകുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന് പറയുന്നുണ്ട്? എന്താണ് ഉദ്ദേശം? ദേശീയ വിഷയങ്ങൾ മാറ്റി എന്തുകൊണ്ട് സ്ഥലപ്പേരിലേക്ക് ചുരുങ്ങുന്നു? അതാണ് ചോദ്യം. അല്ല, പറയട്ടെ. എല്ലാ ദേശീയ വിഷയങ്ങളും കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ട്, നിലപാടുണ്ട്. ആ നാടിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്താ എതിർപ്പ്? അയോധ്യ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങൾ പുനഃപ്രതിഷ്ഠിച്ചു. ഞങ്ങളുടെ നിലപാടതാണ്, ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ നടപ്പിലാക്കി. അത് ആർക്കാ എതിർപ്പുള്ളത്? നിങ്ങൾ ജനങ്ങളോട് പറയൂ. നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ തീരുമാനത്തിൽ വ്യക്തതയുണ്ട്, നിലപാടിൽ കൃത്യതയുണ്ട്. ജനങ്ങളോട് പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു 370 വകുപ്പ് ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തി 7ാമത്തെ വർഷം ഞങ്ങൾ റദ്ദാക്കി. സംശയമുള്ളവർ കോടതിയിലേക്ക് പോകൂ. കോടതി എന്താ പറഞ്ഞത്? ഇത് സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ പറയുന്നു, നടപ്പിലാക്കുന്നു. ശരി, ചോദ്യം ആരോടാണ്?